സംഗീതകല വിവർത്തനം ആവശ്യമില്ലാത്ത സാർവത്രിക ഭാഷയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജൂൺ 7 മുതൽ 9 വരെ വത്തിക്കാനിൽ സംഘടിപ്പിച്ച ഇടവക രൂപത തുടങ്ങിയ തലങ്ങളിലുള്ള ദേവാലയ ഗായക സംഘങ്ങളുടെ 4ാം അന്താരാഷ്ട്ര യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ 4000-ഓളം പേരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. ഗായക സംഘങ്ങളിലുള്ളവർ കലയുടെയും സൗന്ദര്യത്തിൻ്റെയും ആധ്യാത്മികതയുടെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിധിയുടെ സംരക്ഷകരാണെന്ന് പറഞ്ഞ പാപ്പ, ഒരു ഗായക സംഘത്തിൽ കടന്നുകൂടാൻ സാധ്യതയുള്ള സ്വാർത്ഥത, ഉത്കർഷേച്ഛ, അസൂയ, ഭിന്നിപ്പുകൾ തുടങ്ങിയവയാൽ ലോകാരൂപി അതിനെ മലിനമാക്കാൻ അനുവദിക്കരുതെന്ന് പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു. ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനം അതിൻ്റെ 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയിലെമ്പാടുമുള്ള കത്തോലിക്കർ രാജ്യത്തുടനീളമുള്ള ദിവ്യകാരുണ്യ ഘോഷയാത്രകളിൽ പങ്കെടുത്ത് മുന്നേറുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നടക്കുന്ന തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. കാൽനടയായി ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരിൽ ഒരു സംഘം സന്യസ്തരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. എലിസബത്ത് ആൻഡ് സെറ്റൺ റൂട്ടിൽ തീർത്ഥാടനം നടത്തുന്ന സംഘത്തിനൊപ്പമാണ് ഡോട്ടേഴ്സ് ഓഫ് മേരി, മദർ ഓഫ് ഹീലിംഗ്, ലവ് എന്നീ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള 4 സന്യസ്തർ പ്രാർത്ഥനയോടെ നടക്കുന്നത്. തീർത്ഥാടന വേളയിൽ ഇവർ കണ്ടുമുട്ടിയ പലരിൽ മറക്കാനാവാത്ത ഒരു സമൂഹമായിരുന്നു ഹെബ്ലിയിൽ നിന്നുള്ള തീർത്ഥാടകർ. ആശീർവാദവേളയിൽ എല്ലാവരും കുരിശടയാളം വരയ്ക്കുമ്പോൾ തങ്ങൾ കണ്ടുമുട്ടിയ ഹെയ്ത്തിക്കാർ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനായി തങ്ങളുടെ കരങ്ങൾ തുറന്നു പിടിച്ചിരുന്ന കാഴ്ച ഹൃദയത്തിൽ നിന്നും മായാതെ നിൽക്കുന്നതായി ഈ സന്യസ്തർ വെളിപ്പെടുത്തുന്നു. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിന്റെ പ്രതിനിധികളായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെട്ടതിലുള്ള സന്തോഷം രേഖപ്പെടുത്തി സീറോ മലബാർ സഭ. കേരളത്തിന്റെ പൊതു താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും വികസനം ത്വരിതപ്പെടുത്താനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും ഭരണഘടനാ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും രാഷ്ട്രത്തിന്റെ ബഹുസ്വരതയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടും രാഷ്ട്രത്തെ കൂടുതൽ വികസനത്തിലേക്കും സാമൂഹിക പുരോഗതിയിലേക്കും നയിക്കാൻ പുതിയ സർക്കാരിന് സാധിക്കട്ടെ എന്നും സഭാ നേതൃത്വം ആശംസിച്ചു. ഭാരതത്തിന്റെ നവോത്ഥാനത്തിനും സാംസ്കാരിക പുരോഗതിക്കും വിദ്യാഭ്യാസ നേട്ടങ്ങൾക്കും സ്വതന്ത്ര പ്രാപ്തിക്കും നിസ്തുല സംഭാവനകൾ നൽകിയിട്ടുള്ള രാഷ്ട്ര നേതാക്കളുടെ പ്രവർത്തന ശൈലി ഈ സർക്കാരിനും തുടരാൻ സാധിക്കട്ടെ എന്നും കേന്ദ്ര സർക്കാരിന്റെ ഇപ്രകാരമുള്ള രാഷ്ട്ര നിർമ്മാണ യത്നങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുവെന്നും സീറോ മലബാർ സഭ നേതൃത്വം വ്യക്തമാക്കി. യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ജനങ്ങളെ സഹായിക്കാനുള്ള തന്റെ ആഹ്വാനം ആവർത്തിച്ച് ഫ്രാൻസിസ് പാപ്പ. ഞായറാഴ്ചയിലെ ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ ഗാസയിലെ ജനങ്ങളെ സഹായിക്കാനും വെടിനിർത്തൽ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും അഭ്യർത്ഥിച്ചത്. യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ജനങ്ങളെ സഹായിക്കാൻ അന്താരാഷ്ട്ര സമൂഹം എല്ലാ മാർഗങ്ങളിലൂടെയും അടിയന്തരമായി പ്രവർത്തിക്കണമെന്നും മാനുഷിക സഹായം ആവശ്യമുള്ളവരിലേക്ക് അവ എത്തിക്കാൻ കഴിയണമെന്നും പാപ്പ പറഞ്ഞു. പാലസ്തീനയിലെയും ഇസ്രായേലിലെയും യുദ്ധത്താൽ വലയുന്ന ജനത്തിനൊപ്പം യുക്രൈനിലെ ജനത്തെയും ഓർക്കണമെന്നും പാപ്പ തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടു. ബാലനായ ഉണ്ണീശോയെ പരിശുദ്ധമ്മ പരിശീലിപ്പിച്ചതുപോലെ മക്കളെ പരിശീലിപ്പിക്കുവാൻ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണമെന്ന് അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാരൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ പ്രധാനപ്പെട്ട 3 കർമ്മ മേഖലകളായ മാതൃവേദി, പിതൃവേദി, പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരുണാപുരം സെന്റ് തോമസ് പള്ളി പാരിഷ് ഹാളിൽ ചേർന്ന സമ്മേളനത്തിന് പാലാരൂപത മാതൃവേദി പ്രസിഡന്റ് സിജി ലൂക്സൺ അധ്യക്ഷത വഹിച്ചു. കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കുവാൻ മാതാപിതാക്കന്മാർക്കുള്ള കടമയെക്കുറിച്ച് എല്ലാ മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കണമെന്ന് അധ്യക്ഷ ഓർമ്മപ്പെടുത്തി. കുടുംബങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതിന് പ്രായോഗികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും മാതാപിതാക്കന്മാരെ സജ്ജരാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ആമുഖ സന്ദേശത്തിൽ പാലാരൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത് പറഞ്ഞു.